ആ അമ്മ ഇല്ല, ഞാനൊന്ന് നേരത്തെ ഇറങ്ങി. കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. ഞാനെന്തോ കൊച്ചു കുഞ്ഞാന്നോ? ആ ഡാഡിയോട് പറഞ്ഞാൽ മതി, ഞാൻ കഴിച്ചോളാം. എൻ്റെ താക്കോലുണ്ട്, സ്പെയർ കീ ഞാൻ എടുത്തിട്ടുണ്ട്. ലേറ്റായിട്ട് വന്നാലും സാരമില്ല. ശരി എന്നാ. ഓ ശരി. എന്തൊരു പേടി ഇത്, ഞാൻ എന്തോ കൊച്ചു കൊച്ചാന്നോ? അയ്യോ താക്കോലെടുത്തില്ലല്ലോ. ഹലോ, ക്ലാസ്സൊക്കെ അടച്ചല്ലോ, എങ്ങോട്ടാ? അല്ല, താക്കോലെടുക്കാൻ മറന്നുപോയി. താക്കോലാണെങ്കിൽ ഇതാ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ കിടന്ന് കിട്ടിയതാ. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അയ്യോ താങ്ക് യു. പുതിയ അഡ്മിഷനാണോ? ആ അതെ. എത്ര നാളത്തെ കോഴ്സാ? 3 മാസത്തെ. ഞാൻ 1 ഇയറാ. അതാ നമ്മൾ കാണാഞ്ഞത്. എന്തായാലും താക്കോലെടുത്ത് വെച്ചത് കാര്യമായി, അല്ലെങ്കിൽ ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചേനെ. ഓ ഓക്കെ ഓക്കെ. എനിവേ, ഞാൻ മായ. ഞാൻ ആരതി. നമുക്കൊരു കോഫി കുടിച്ചാലോ? പിന്നെന്താ ചേട്ടാ, 2 ജ്യൂസ് വേണ്ട. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല ആംബിയൻസ്. എവിടെ നിന്ന് കണ്ടുപിടിച്ച്? ഞാൻ എത്ര നാളും കൊണ്ട് വിളിക്കും, അപ്പോൾ അവൾക്ക് വരാൻ വയ്യ. നേരത്തെ നമ്മൾ പോയി കഫേയിലെ ഫുഡ് കഴിച്ചോണ്ടല്ലോ, നാവിൻ്റെ ടേസ്റ്റ് ബഡ്സ് എല്ലാം പോയിരിക്കുമായിരുന്നു. എന്തായാലും ഇത് നന്നായി. എന്തായാലും ഇത്തവണത്തെ ബില്ല് ഞാൻ തന്നെ കൊടുക്കും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നീയാ കൊടുത്തോണ്ടിരിക്കുന്നത്. എനിക്കും ഇല്ലേ ഉളുപ്പ്. എടി അതെനിക്ക് കുഴപ്പമില്ലടി, എനിക്കത് ഓക്കെയാണ്. ശരി പ്ലീസ്. നീ എന്തേലും ചെയ്യും. ആ എടി, കഴിഞ്ഞ ദിവസം നമ്മളിട്ട റീല് നീ നോക്കിയായിരുന്നോ? നമ്മുടെ റീല് 1000 വ്യൂ ഉണ്ടായിരുന്നു, 200 ലൈക്കോ മറ്റോ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വ്യൂ. അതൊരു പോയിന്റാണ്. എന്തായാലും 1000ൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു. നമുക്ക് ഈ ലൊക്കേഷനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ കുറച്ചുകൂടെ കിട്ടും. ലൊക്കേഷൻ മാറ്റി കഷ്ടപ്പെട്ട കോളേജ് വെച്ച് ചെയ്യുന്നത്. ആ പ്രിൻസിപ്പൽ എങ്ങനെ കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ, ഫോൺ വാങ്ങിച്ചു വെച്ചേനെ ഒരു മൊരടൻ. അത് മാത്രമല്ലടി, ഈ ലൊക്കേഷൻ മാറ്റിയിട്ട് മാത്രം കാര്യമില്ല, ഒന്ന് പ്രാക്ടീസൂടെ ചെയ്യണം. പ്രാക്ടീസൂടെ ചെയ്തിട്ടാൽ സെറ്റാവും. എന്തായാലും നമ്മുടെ കോളേജിന് അതിനുള്ള സ്പേസ് ഒന്നുമില്ല. നമുക്കേ എൻ്റെ വീട്ടിൽ പോയാലോ? അതൊന്നും വേണ്ട, നിന്റെ അച്ഛനൊക്കെ ഇല്ലേ അവിടെ? അച്ഛനുണ്ടെങ്കിൽ എന്താ, അച്ഛൻ ജില്ലാണ്, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ റീലില്ലേ മറ്റേ ഡാൻസിൻ്റെ, അത് പുള്ളിയാണ് എടുത്തു തന്നത്. എന്നാലും ഒരു കുഴപ്പമില്ല. നീ നാളെ എന്തായാലും അങ്ങോട്ട് വരുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, റീൽ എടുക്കുന്നു, അമ്മ ഉണ്ടാക്കുന്നു, നല്ല ഫുഡും കഴിക്കുന്നു. എങ്ങനെ ഫുഡ് കിട്ടുമെങ്കിൽ അത് ശരിയാ. പിന്നെ മോളെ കുറിച്ച് എന്നും പറയൂ ഇവള്. അച്ഛനമ്മയെ പറ്റി എന്നും പറയും. ആണോ? പറയുവാടി നീ. പിന്നെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ പാചകത്തെ പറ്റിയാ പറയുന്നത്, ഭയങ്കര കൈപുണ്യമാണ്. അവിടെ കയ്യിൽ പുണ്ണ. ഓ ചേട്ടാ ഭയങ്കര തമാശക്കാരനാ. നിങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? ഇല്ലില്ല, ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണമെങ്കിലേ മേളിൽ അവന്റെ റൂമിൽ പ്രാക്ടീസ് ചെയ്യട്ടല്ലേ? നല്ല റൂം, നല്ല അടുക്കി ചുറ്റുള്ള റൂമാ. അതാരാ? നീ പറഞ്ഞിട്ടില്ല അതിനെ കുറിച്ച്? വേറെ എന്തോരം നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അതാരാ അച്ഛാ? കൊള്ളാം. കുശുമ്പ് കാരണമാ. ഇവിടെ ചേട്ടനാ, എൻ്റെ മൂത്ത മോൻ. ഇവക്ക് ബ്രദർ ഉണ്ടോ? ഓ, രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയും മുഴക്കുവാ. അതാ പറയാത്തത്. കണ്ണി കണ്ട അടിയും വഴക്കും. പക്ഷെ അവൻ സ്നേഹമുള്ളവനാണേ, ഇവിടെ കുശുമ്പിയാ. നീ എന്താടി പറയാഞ്ഞേ? ടോപ്പിക്ക് വന്നില്ല. മോളെ 27 വയസ്സേ ഉള്ളവന്, പക്ഷെ ഈ കാണുന്ന വീടും കാറും എല്ലാം അവൻ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയതാ. എടുക്കനാ. അച്ഛനായിട്ട് കുറെ കടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. അവനാ ഇതെല്ലാം സമ്പാദിച്ചത്. അവൻ ഇന്ന് എന്നോടൊപ്പം PSC കോച്ചിങ്ങിന്. ഇന്ന് ചൊവ്വാഴ്ച ഇല്ലയോ? ഓ, ഞാൻ മറന്നു. ഇന്ന് ക്രിക്കറ്റ് കോച്ചിങ് അണ്ടർ 19 പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാ. ആ, മിടുക്കനല്ലയോ? എല്ലാ കഴിവും ഉണ്ട്. കരാട്ടെ പഠിച്ചിട്ടുണ്ട്, കുങ്ഫു പഠിച്ചിട്ടുണ്ട്, പിന്നെ 12 വർഷം കളരി പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ട്. സ്കേറ്റിങ് പഠിച്ചായിരുന്നു. അതെന്ന് ചേട്ടൻ ഒരുപാടുള്ളതുകൊണ്ട് ഓർമ്മ കിട്ടുന്നില്ല. സർവകല വല്ലഭന. ഭയങ്കര സംഭവം അല്ലേ? പിന്നെ അവന്റെ പോലെ ടാലന്റഡ് ഈ അടുത്തും ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. കച്ചേരിക്ക് പാടാൻ പോവും. വയലിൻ, ഓടക്കുഴല്, മൃദംഗം. ഇവളൊരു മൂളിപ്പാട്ട് പോലും പാടി ഞാൻ കേട്ടിട്ടില്ല. അവന്റെ കഴിവൊന്നും അവക്ക് കിട്ടിയിട്ടില്ല. ചുമ്മാ ഡാൻസ് എന്നും പറഞ്ഞ് തെക്കോട്ട് വടക്കോട്ട് നടക്കും. അവിടെ മൂളിപ്പാട്ട് കേട്ടാലും മതി, ഓടും. അങ്ങ് പൊക്കി മണ്ടേ വെക്ക്. ചുമ്മാ എല്ലാരും വരുമ്പോ ഉള്ളതാ, വെറുതെ തള്ളു. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ ഇപ്പൊ ജോലിയൊന്നുമില്ല. പണ്ട് സിനിമയിലായിരുന്നു, ആർട്ട് ഡയറക്ഷൻ. പക്ഷെ ഇപ്പൊ വയ്യ, നിർത്തിയതാ. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഫാമിലി ആണല്ലോ. ഓ, എന്നാ പിന്നെ നിങ്ങൾ പ്രാക്ടീസ് നടന്നട്ടെ. കഴിച്ചിട്ട് പോയാൽ മതി. കഴിച്ചിട്ട് പോയാൽ മതി. മതി മതി മതി. ഞാൻ നേരത്തെ തീരുമാനിച്ചത്. നീ അടുക്കള ചെന്തെങ്കിലും ഉണ്ടാക്കും. ശരി, നിങ്ങൾ എന്നാ ചെല്ലു മക്കളെ. നല്ല ഐശ്വര്യമുള്ള കൊച്ച്.
അമ്മേ 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 ആ മോളെന്താ ഇപ്പൊ വന്നേ? അമ്മേ അവളെന്തിയേ? ഒന്നും പറയണ്ട, അവൾക്ക് പനിയായിട്ടാണ്ട് അച്ഛൻ ഇപ്പൊ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അയ്യോ എന്തോ പറ്റിയമ്മ? എന്തെങ്കിലും? ഒന്നുമില്ല, രാവിലെ ആയപ്പോ ചെറിയ ചൂട്, അപ്പൊ ആശുപത്രി കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. എൻ്റെ ഒരു ബുക്ക് അവിടെ കയ്യിലായിപ്പോയി, അത് വാങ്ങിച്ചിട്ട് പോകാൻ വന്നതാ. ആണോ? ഒരു കാര്യം ചെയ്യേ, മോള് വന്നതല്ലേ, ഇവിടെ ഇരിക്കേ, അപ്പോഴത്തേക്ക് അവര് വരും. അയ്യോ വേണ്ട, ലേറ്റ് ആവുന്നു, ഞാൻ പോട്ടെ. ഇല്ല മോള് ഇരിക്കേ, അപ്പോഴത്തേക്ക് അവര് വരും. പോയിട്ട് കുറെ നേരമായി. അമ്മ അപ്പോഴത്തേക്ക് ചായ എടുക്കാം കേട്ടോ, ഇരിക്കേ. അമ്മേ, ബൈക്കിന്റെ ചാവി എന്തിയേ? എടാ വണ്ടിയെ തന്നെ കാണും, പോയി നോക്ക്. മനസ്സിലായില്ലേ? ഞാൻ മായ, ആരതിയുടെ ഫ്രണ്ടാ. ഓ, ഇയാളായിരുന്നു അത് അന്ന് ഇവിടെ വന്നിട്ട് പോയത്. ഇയാളിവിടെ വന്നു പോയതിനു ശേഷം അച്ഛനും വാ തുറന്ന് ഇയാളെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. എന്തായാലും കണ്ടതിൽ സന്തോഷം. ആ നീ താഴെ വന്നായിരുന്നോ മോളെ? ഇത് അനന്തു, പറഞ്ഞില്ലായിരുന്നോ ആരതിയുടെ ചേട്ടൻ? അല്ല നീ എവിടെ പോവാ? ക്രിക്കറ്റ് പ്രാക്ടീസ് ഉണ്ടമ്മേ. ഇന്നുണ്ടോ? നിനക്ക് ചായ വേണോ? ചായ ഒന്നുണ്ട്. എന്നാ നീ വെക്കോ, മോക്കെടുക്കാം. ഞാനും കൂടെ ഇറങ്ങട്ടെ, പിള്ളേർ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യാം. കാണാം കേട്ടോ. ഇനി ഇറങ്ങേ അമ്മേ, ഞാൻ അവിടെ ഇറങ്ങാണേ. ചേട്ടാ, എന്തുവിടെ? ഞാൻ ബ്രദറിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. ആണോ? ചേട്ടൻ എന്താ ഇവിടെ? നാളെ ഞങ്ങളുടെ അച്ഛൻ്റെ ബർത്ത്ഡേയാ. നാളെയോ? അവള് വിളിച്ചില്ലേ? അയ്യോ, അവള് മിക്കവാറും മറന്നുപോയായിരിക്കും കേട്ടോ. അവള് വിളിക്കും. എന്തായാലും ഞാൻ വിളിക്കുന്നു. രാവിലെ എങ്ങെത്താ കേട്ടല്ലോ. എങ്ങനെയാ വന്നേ? ഞാൻ ബസ്സിന്. ഞാൻ അങ്ങോട്ട് വിടാൻ വേണമെങ്കിൽ? വേണ്ട. ഞാൻ വിടാന്ന്. വേണ്ട. ഓ ശരി, രാവിലെ അങ്ങ് എത്തണേ, മറക്കല്ലേ. ശരി. മോളെ, ഇവളുണ്ടാക്കിയ പായസം ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരം കൂടെ അല്ലായിരുന്നോ? ഏയ് അടിപൊളിയായിരുന്നു. നിങ്ങളെ മൂക്കറ്റം കുടിച്ചല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനൊക്കെ തോന്നും. അച്ഛൻ്റെ ഷർട്ട് ഇഷ്ടപ്പെട്ടോ? ഷർട്ട് കൊള്ളാം കേട്ടോ, നല്ല ചേർച്ച, എനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. ഇതൊക്കെ എപ്പോ വാങ്ങിച്ചു? അതൊക്കെ വാങ്ങിച്ചു. ഞാൻ മേടിച്ചോണ്ട് വന്ന ഷർട്ട് അച്ഛൻ ഇട്ടില്ലല്ലോ. എൻ്റെ മോള് മേടിച്ച് ചേർന്ന് ആദ്യം ഞാൻ ഇടും, അതാണ്. അടുത്ത മാസം അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ ഞാൻ അടിപൊളി സാരി വാങ്ങിക്കാം. എൻ്റെ സെലക്ഷനൊക്കെ അടിപൊളിയാന്ന് അമ്മ പറയാറുള്ളത്. അമ്മയ്ക്ക് ഞാനാ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സാരിയൊക്കെ. എൻ്റെ മോളെ, ഇവക്ക് സാരി ഒന്നും മേടിച്ചു കൊടുക്കണ്ട, ഇഷ്ടം പോലെ സാരി ഇരിപ്പുണ്ട്, അതൊക്കെ കൊടുത്താൽ മതി. അവള് മേടിച്ചിരുന്നെങ്കിൽ മേടിച്ചു തരട്ടെ, അവളെന്റെ സ്വന്തം മോളല്ലേ. ഓ, സ്വന്തം മോള് അങ്ങ് അംഗീകരിച്ചു. എന്നാ പിന്നെ കാര്യം ചെയ്, മോനെ പിടിച്ചാൽ കെട്ടിക്ക്. നല്ല ബെസ്റ്റ് ആളെയാണ് നോക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ല വേറെ ചെറുക്കന്മാരുണ്ട് കേട്ടോ, അത് നോക്കാം. ആ കൊള്ളാം. എടി, അവനെക്കാളും എടുക്കാൻ ആരുണ്ട് ഇല്ലയോടാ? എന്നാ ഞാൻ ഫുഡ് എടുക്കട്ടെ, മോള് കഴിച്ചിട്ട് പോ. ആ, കഴിക്കാൻ എടുക്ക. അല്ല, മോളെങ്ങനെ വന്നേ? ഞാൻ ഓട്ടോയിലാ വന്നേ. നിന്റെ സ്കൂട്ടർ എവിടെ? അത് സർവീസിന് കൊടുത്തേക്കുവാ.
മോനെ ഒരു കാര്യം ചെയ്, നീ ഇവിടെ നിന്ന് കൊണ്ടുവിട്. കാറ് വർക്ക്ഷോപ്പില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്, നിന്റെ ബൈക്കുണ്ടല്ലോ. ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇയാള് കംഫർട്ടാണോ? ആ ഇരിക്കും. മോള് കയറിപ്പോ. എടാ പതുക്കെ പോണം കേട്ടോ. ഞാനല്ലെങ്കിലും പതുക്കെയല്ലേ ഓടിക്കത്തുള്ള അച്ഛാ. കഴിക്കാൻ മോളെ എന്നാ. വാ പാടി വാ മോനെ. കഴിക്കുന്നില്ലേ? പോയി കഴിക്കേ. ആ എന്നാ വാ, നമുക്ക് രണ്ടോടും പോയി കഴിക്കാം. വാ. ഇതാണ് വീട്. സൂപ്പർ വീടാണല്ലോ. നമ്മളെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നില്ലേ? വാ. ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ വരുന്നൊന്നുമില്ല. അച്ഛനും അമ്മയില്ലേ? അമ്മയുണ്ട്, അച്ഛൻ ബാംഗ്ലൂരാ ബിസിനസിന്റെ ആവശ്യത്തിന്. ഓ ശരി ശരി. അമ്മ തിരക്കെന്ന് പറഞ്ഞു. ഞാൻ പോട്ടെ, കാണാം. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അമ്മ അച്ഛനൊരു കാര്യം പറഞ്ഞില്ലേ? എൻ്റെ പൊന്നെ, അച്ഛനും അമ്മയൊക്കെ വെറുതെ പറയുന്നേ, അതൊന്നും മനസ്സിലെടുക്കല്ലേ, വെറുതെ പറയുന്നേ. പക്ഷേ ഞാനങ്ങനെ ചിന്തിച്ചു, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്തോ പറയുന്നത്? ചേട്ടൻ ഇപ്പോൾ ഒന്നും പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ മതി. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. എന്തിനാ ഇങ്ങോട്ട് വന്നേ? പിന്നെന്താ, എനിക്ക് വന്നൂടെ? പോയി പോയി പോയി. ഞാൻ പറയുന്നതൊക്കെ പോകത്തില്ല. എടി എന്തിനാടി ഇങ്ങോട്ട് വന്നേ? ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. എന്താ വരാൻ? ഞാൻ എൻ്റെ പൊന്നെ, എനിക്ക് കളരിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ മെസ്സേജ് അയച്ചിരുന്നില്ല നിനക്ക്. ഞാൻ കണ്ടില്ല. നീ പോയി അച്ഛനും അമ്മയും താഴെ കൊണ്ട് പോയി. ഞാനാണോ വലുത്, കളരിയാണോ വലുത്? നീയാ വലുത്, നീയാ വലുത്. ശരിക്കും ഞാൻ താഴെ ഡ്രസ്സ് മാറ്റി വരും. വാ. ഞാൻ വരാം. വാ. നീ പൊയ്ക്കോ. വാ. പോയി വാ. അങ്ങോട്ട് പോയി. വാ. അച്ഛനും അമ്മയെ കണ്ടു കഴിഞ്ഞാൽ വരാന്. എന്തൊരു കഷ്ടം ഇത്. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് പൈസ അറേഞ്ച് ചെയ്യുന്നത്? ഇന്ന് വെള്ളിയാഴ്ച മണി 5 കഴിഞ്ഞ്, ഇനി ബാങ്കിൽ പോകാൻ പറ്റുമോ? നാളെ ശനി, ബാങ്ക് അവധി. ഞായറാഴ്ച, ഇപ്പോൾ തിങ്കളാഴ്ചയല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് നേരത്തെങ്കിലും പറഞ്ഞൂടെ? സമയത്ത് വന്ന്. അതല്ലേ പ്രശ്നം. കുറച്ച് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്യായിരുന്നു. ഇതിപ്പോൾ അവസാന നിമിഷം പറഞ്ഞിട്ട് ഇപ്പം നമ്മളെവിടെ നിന്ന് സംഘടിപ്പിക്കാനാണ്? എന്തുവാ വെച്ച പ്രശ്നം? അത് മോളെ കുറച്ച് പൈസയുടെ. ഒന്നുമില്ല മോളെ, ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഒന്നുമില്ല. അല്ലല്ലോ, പൈസയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. എനിക്ക് ചെവിക്ക് യാതൊരു കുഴപ്പമില്ല. എന്തു പ്രശ്നം? പൈസയുടെ കാര്യം ഒന്നുമില്ല, അത് പിന്നെ വേറെ ഒരു ചിട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്തോ ബാങ്കിൽ പൈസ അടയ്ക്കുന്ന കാര്യമാണല്ലോ. എന്തുവാന്ന് എന്നോട് പറ. അല്ലെങ്കിൽ പറ, അവള് നമ്മുടെ കൊച്ചല്ലേ, അവളോട് അറിയട്ടെ. മോളെ ഒരു 5 ലക്ഷം രൂപ ഇന്ന് വൈകിട്ടത്തേക്ക് വേണം. ഇതിപ്പോൾ ഇന്ന് ബാങ്ക് അവധി, 5 മണി കഴിഞ്ഞു. നാളെ പറ്റത്തില്ല, ഇനിയിപ്പോൾ തിങ്കളാഴ്ചയെ പറ്റത്തുള്ളൂ. അവർക്ക് 8 മണിക്ക് ഇത് കൊടുക്കുകയും വേണം. എന്തോ ചെയ്യുമെന്ന് ആലോചിക്കുക. അവർ കുറച്ച് മുമ്പ് അതേ വിളിച്ച് പറഞ്ഞത്. ഇതൊക്കെ നേരത്തെ അറിയിക്കണ്ടേ? നമ്മളീ അവസാന നിമിഷം പൈസയ്ക്ക് അവിടെ പോവും. അത് 5 ലക്ഷം രൂപ. ഓ, അത്രേ ഉള്ളൂ കാര്യം. അത് സാരമില്ല.
എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് എടുപ്പുണ്ട്, ഞാൻ പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം. അതൊന്നും വേണ്ട, അയ്യേ അതൊന്നും ആവശ്യമൊന്നുമില്ല. അതിനിപ്പോൾ എന്താ, അതൊന്നും സാരമില്ലെന്നേ. മോളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന പറഞ്ഞാൽ അതിപ്പം ഞങ്ങളിപ്പോൾ അതെങ്ങനെ, അത് വേണ്ട മോളെ. എന്തു മോശം, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇവിടുത്തെ കാര്യം അറിയാം, നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധമൊക്കെ അറിയാം, പിന്നെ എന്താ പ്രശ്നം എന്താ? വേറൊന്നും കൊണ്ടല്ലേ, അച്ഛൻ എന്തോ തോന്നുന്നു അതുകൊണ്ടല്ലേ. അച്ഛൻ കുഴപ്പമില്ല, അച്ഛൻ അക്കൗണ്ട് നമ്പർ ഇതാ, ഞാൻ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം, കുഴപ്പമില്ല. 5 ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. എന്തോ അച്ഛാ പൈസയുടെ കാര്യം പറയുന്നത്? എടാ രാജേന്ദ്രൻ വിളിച്ചായിരുന്നു, അവർക്ക് ആ പൈസ കൊടുക്കണ്ടായോ, അതിപ്പോഴാണ് വിളിച്ച് പറയുന്നത്. കുറച്ച് മുമ്പാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അച്ഛാ അയാളോട് ചൊവ്വാഴ്ച കൊടുക്കാൻ പറ, തിങ്കളാഴ്ച നമുക്ക് ഫണ്ട് വരത്തില്ലേ? എടാ ഞാൻ അയാളോട് പറഞ്ഞു, പക്ഷേ അയാൾക്ക് ഇന്ന് 8 മണിക്ക് അയാൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അയാൾ ഇവിടെ പോവാന്ന്, കോയമ്പത്തൂർ കൊണ്ട് പോവാന്ന്, അപ്പോൾ ക്യാഷ് തൊട്ട് പോകാൻ വേണ്ടിയാ. അതിനിപ്പോൾ ഇവളെന്ത് പറഞ്ഞേ, ഇവള് പൈസ തരാമെന്നോ? അതിനിപ്പോ എന്താ, ഞാൻ തന്നാലെന്താ? 5-6 ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, അച്ഛനോട് പറഞ്ഞാൽ മതി, അടുത്ത ദിവസം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ പോരെ. തൽക്കാലം നിന്റെ കയ്യിൽ നിന്ന് പൈസ വേണ്ട കേട്ടോ. അതിനെന്താ, അതും വലിയ കാര്യമൊന്നുമല്ല. വേണ്ട അച്ഛാ മേടിക്കല്ലേ, അമ്മേ ആവശ്യമില്ലാത്ത മണിക്ക് നിൽക്കരുത്. കുഴപ്പമില്ല, കല്യാണത്തിന്റെ സ്ത്രീധന തുകയെന്ന്. അല്ല വിളിക്കണ്ട, ഞങ്ങളെല്ലാം അറിഞ്ഞു. ആരതി പറഞ്ഞു ഞങ്ങളെടുത്ത്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം അല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ പൈസ ഒന്നും ഇവളുടെ നിന്ന് മേടിക്കണ്ട, അതെനിക്കിഷ്ടമല്ല. സാരമില്ല അച്ഛാ, അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്താൽ മതി, ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. 2 ആഴ്ച കഴിയുമ്പം അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയാം, നിങ്ങളെ കാണാൻ. അങ്ങനെ ആ ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞ് അയാളെ വിളിച്ച് പറയട്ടെ. എവിടെ മോളെ വീട്? ഇതാ അച്ഛാ. ഇവിടെ വീട്? ഇവിടെ പറമ്പല്ലേ ഉള്ളൂ, വീട് എവിടെ മോള്? വീടുണ്ടായിരുന്നു അച്ഛാ. എന്നിട്ട് എവിടെ? ഇവിടെ. കൊള്ളാം, നീ എന്തൊക്കെ ഈ പിച്ചും പേയും പറയുന്നത്? അച്ഛ ഞാൻ എത്ര വട്ടം ഇവിടെ വന്നോന്നറിയോ, ഇവിടെ വീടുണ്ടായിരുന്നെന്ന്. ചേടാ ഇവളെന്താ പറയുന്നത്? ഇല്ലില്ല, 5 സെന്റ് ആരും കൊണ്ടുപോകുന്നില്ല. ഞാൻ വരാം. ആ ഒരാൾ വരുന്നു, അവനോട് ചോദിക്കാം. ഹലോ ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. എന്തായിരുന്നു? എന്താ ചേട്ടാ, എന്താ ചേച്ചി? ഇവിടെ ഒരു വീടില്ലായിരുന്നോ? അവരൊക്കെ താമസം മാറിപ്പോയി, വീടും പൊളിച്ചോണ്ടാ പോയത്. വീട് പൊളിച്ചോണ്ട് പോയെന്നു? എന്നിട്ട് അവിടെ ഒരു ഫൗണ്ടേഷൻ പോലും ഇല്ലല്ലോ. അയ്യോ ഫൗണ്ടേഷൻ ഒന്നും ഇല്ല, അത് ട്യൂബേലായിരുന്നു. ട്യൂബേല് മറ്റേ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് കയറ്റി വെച്ചേക്കുമായിരുന്നു. നട്ടുബോൾട്ടേലോ? ഒന്നും മനസ്സിലാവുന്നില്ല സുഹൃത്തെ. അയ്യോ അതങ്ങനെ വീടെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ഈ ഒരു 5 മാസം മുമ്പ് ഇവിടെ വെച്ച് കുഞ്ചാക്കോവൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി സെറ്റിട്ടൊരു വീടാണ്. പുള്ളിയെ സെറ്റിട്ട് ഗംഭീരമായിട്ട് പുള്ളി സെറ്റിടും. ബാഹുബലിയുടെ ഒക്കെ ടീമിൻ്റെ അത് പുള്ളി ഉണ്ടായിരുന്നു, അതിൻ്റെ പെർഫെക്ഷൻ ആയിരുന്നു. എന്തായാലും അത് പൊളിച്ചുകൊണ്ട് പോയി. എന്താ പറ്റി? എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഇച്ചിരി ഉടായിപ്പായിരുന്നു, അതാ ഞാൻ ചോദിച്ചത്. അല്ല അപ്പോൾ ഒരു മോനില്ലായിരുന്നോ, മറ്റേ കരാട്ടയും ക്രിക്കറ്റ് കുംഫു എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ? അയ്യോ അത് മോനൊന്നും അല്ല, അത് അങ്ങേര് സെറ്റാണെങ്കിൽ അവൻ പ്ലോട്ടാ. പ്ലോട്ടോ എന്ന് വെച്ചാ? എൻ്റെ പൊന്നി ചേട്ടാ, അതായത് ഈ കടകളുടെയൊക്കെ മുന്നിൽ ചെന്നിട്ട് അവർ പറയുന്ന പോലെ ഒരുങ്ങി നിൽക്കും. ഇന്നൊരു ദിവസം ക്രിക്കറ്റർ ആണെങ്കിൽ വേറൊരു ദിവസം ജാക്കി ചാൻ ആയിരിക്കും, ഓണത്തിന് മാവേലിയായിട്ടൊക്കെ പോയി നിൽക്കും. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വേഷം കിട്ടിപ്പോയി ഇങ്ങനെ പ്ലോട്ടായിട്ട് നിൽക്കത്തില്ലേ, അതാണവൻ. മോളൊക്കെ എൻ്റെ കൂടെ പഠിച്ചതാ മോള്? അയ്യോ അവർ കുടുംബമൊന്നും അല്ലെന്നേ, അവരെല്ലാം ഇതിൽ വർക്ക് ചെയ്യുന്നത്. ആ ചെറുക്കനും ഈ പറഞ്ഞ ഇയാളും ഒക്കെ ഏകദേശം ഒരു പ്രായക്കാരാ. ആ പെണ്ണുമ്പിള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു തള്ള ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഈ മോള് പറഞ്ഞ കൂട്ടുകാരിയാന്ന് പറഞ്ഞാൽ ആ കൊച്ചു ഭോജ്പൂരി ഡാൻസറാ. നീ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടൊക്കെയാണ് അവിടെ അച്ഛനെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? അച്ഛൻ എന്നെ ഇഷ്ടമായിരുന്നു. എന്തായിരുന്നു, സ്ഥലമോ വീടോ വല്ലതും നോക്കുന്നുണ്ടോ? എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ബ്രോക്കറാ. ഞാൻ പറയാം, ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞോളാം. എന്നാ ശരി. അവർ എന്തോ ഗുണ്ടൽപേട്ടിലോട്ട് കണ്ട് അടുത്ത വർക്കിന് പോയെന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. ആയിക്കോട്ടെ. ശരി. ഇതിൽ നിന്ന് മോക്ക് എന്തോ മനസ്സിലായി? അച്ഛാ ഞങ്ങളെ തമ്മിൽ ഇഷ്ടമായിരുന്നു അച്ഛാ. പ്രേമം മണ്ണാക്കട്ട. ഇടി പ്രേമം എന്നൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ ആളും തരം കണ്ടു നോക്കി പ്രേമിക്കണം, അല്ലെങ്കിൽ കണ്ടോ ഇതുപോലെ ചെയ്യും. 6,000 ലക്ഷം രൂപ അച്ഛൻ്റെ പോയത്, ഇതൊക്കെ എവിടെ നൊപ്പിക്കും? അച്ഛൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട്. ഞാനിനി എന്ത് ചെയ്യും അച്ഛാ? ഇനി എന്ത് ചെയ്യാനാ? തപ്പി പിടിച്ചോണ്ട് പോയാൽ എവിടെ നിന്നാന്ന് വെച്ചാൽ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അവന്മാരെ നിന്നെ തൂക്കിയെടുത്തോണ്ട് പോയാനെ സെറ്റിനായി. ദേഷ്യം വരുന്നു. വിഷമിക്കണ്ട. ഇല്ല, അച്ഛന് വിഷമമില്ല. മോള് പ്രേമം പൊട്ടി പെരക്കത്തോട് കയറി വരുമ്പോൾ ചിരിച്ചോണ്ട് സ്വീകരിക്കാൻ ഞാൻ രാജാറാണില്ല, തന്തയാണല്ലോ. വണ്ടി എടുക്കണി.
5 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തുവാ പ്ലാൻ? ഇനി എന്ത് പ്ലാൻ? എനിക്ക് ഇവളോടാ സംസാരിക്കാനുള്ളത്. ഞാൻ എന്തോ ചെയ്തു? നീ കൊണ്ടുവന്ന പെങ്കൊച്ചെ ഒരു ദിവസം ഉച്ചയ്ക്ക് റൂമിൽ കയറി വന്ന് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്നെ ഉമ്മ വെച്ച് എൻ്റെ പൊന്നളിയ തലനാരിഴക്കളിയാ ഞാൻ രക്ഷപ്പെട്ടത്. മേലെ കൊണ്ടുവന്നേക്കരുത് കേട്ടല്ലോ. എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാട്ടി ഭേദമായിരുന്നു. അത് ശരിയാ, കഴിഞ്ഞ വട്ടത്ത് ഒരു പൊട്ടി പെണ്ണായിരുന്നു. ഇതങ്ങനായിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണ്. തലനാരിക്കാണ് രക്ഷപ്പെട്ടത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയെങ്കിലും ഈ റോൾ ഒന്ന് മാറ്റി പിടിക്കണം. കഴിഞ്ഞ 6 മാസമായിട്ട് ഇതേ ക്യാരക്ടറും പിടിച്ച് മടുത്ത്. എന്തായാലും എനിക്കിനി കാമുകം ചെയ്യാൻ വയ്യ. അളിയ നീ ചെയ്. എടാ അപ്പം അച്ഛൻ്റെ പക്ഷെ ആര് ചെയ്യും? അച്ഛൻ മരിച്ചു, അത് മതി. അമ്മ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, അങ്ങനെ ഒരു കഥ ഉണ്ടാകും. അതാകുമ്പോൾ സെന്റിമെന്റ് വർക്കാവും. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മ, അനിയത്തി നീ ആയിക്കോ. ആ അത് മതി. എനിക്കിനി അമ്മവേഷം വയ്യ, നരയിട്ട് പുഴുങ്ങി ഞാൻ. അല്ല ഇനി എങ്ങോട്ടാ? ഇനി ഒരു വഴിയുണ്ട്. മലപ്പുറത്ത് കുറച്ച് ഗൾഫുകാരുണ്ട്, നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? ഏളിയ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, മലപ്പുറത്ത് നീ ഒരു അഡ്മിഷൻ എടുക്കും. എന്നാ പിന്നെ കൈ വെക്കാം.